ക്രാഫ്റ്റ് ചെയ്യാൻ പോണ ഈ ഒരു മാവ് ഇത് മല്ലിക മാവാണ്. ഇതിൽ ഒരു 3-4 ഐറ്റം വെറൈറ്റികൾ അതിൻ്റെ കമ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല കൊമ്പുകളാണ് കിട്ടിയിട്ട് ഫുള്ള് മുള വന്നിട്ടുണ്ട്. ഇതേപോലെ മുള വന്നത് ഇട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനുള്ള റിസൾട്ട് കിട്ടും. എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 4 ഐറ്റം മാവിൻ്റെ കൊമ്പുകളാണിത്. ഇനി നമുക്ക് ഇപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇതിനൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടത് നല്ലൊരു കത്തി വേണം, നല്ല സൂപ്പർ കത്തിയാണിത്. അതേപോലെ സാനിറ്റൈസറിൻ്റെ പകരം ഞാനിത് ബോഡി സ്പ്രേ ആണ് ചെയ്ത് കൊടുക്കല്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ കൈമുള്ള അക്ഷരങ്ങളൊക്കെ പോകും. അതേപോലെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ്, ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടാപ്പ് ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ്, ഇത് കുഴപ്പമില്ല. ഇത് ഏകദേശം അത് ഒരേ വലിപ്പത്തിലുള്ളതാണ് എടുക്കേണ്ടത്. നമ്മൾ കൊമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതാ ഈ വണ്ണത്തിലുള്ള നമ്മളെ റൂട്ട് സ്റ്റോക്ക്, അതായത് നമ്മൾ ഏതിന്മേലാണോ നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ അതേ വണ്ണത്തിലുള്ള ഏകദേശം ഒരേ വണ്ണത്തിലുള്ള എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. നമ്മളിവിടെ ഏകദേശം ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഷാർപ്പായിട്ട് അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ല ക്ലിയറായിട്ട് ചെത്തി കൊടുക്കുക. ഇത് 2 സൈഡും നല്ല ചെത്തി കൊടുത്തതിൻ്റെ ശേഷം ഇതേപോലെ നല്ല ക്ലിയറാക്കി ചെത്തി കൊടുത്ത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കുറവാകും. നമ്മൾ വിചാരിച്ച പോലെ ഗ്രാഫ്റ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് ഏകദേശം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ടാവുന്നില്ല 2 സൈഡും. നമ്മൾ വി ഗ്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ആദ്യം തണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ കിട്ടുന്നുണ്ടോ, നമ്മൾ എത്രയാണോ അത് കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ അതേ ഇതിൻ്റെ കൊമ്പ് നമ്മൾ ഇതിന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ കൊമ്പ് അതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതത് പതിയെ ഇറക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തല കറക്റ്റാവണം, ഈ തൊലിഭാഗം കറക്റ്റാവണം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ കറക്റ്റാണ് നിൽക്കുന്നത്. നല്ല ക്ലിയറായിട്ട് നോക്കിയാൽ കാണാം. തൊലിഭാഗം അങ്ങനെ ഒന്നും കയറി നിൽക്കാൻ പാടില്ല. എങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ്, 2 സൈഡും ആയാലും ഒന്നും കൂടി ബെറ്ററാണ്. പക്ഷെ അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ ഒരു ഭാഗം നല്ല ക്ലിയറായിട്ട് കണ്ടില്ല, കണ്ടാലും അറിയാം, നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. അപ്പോഴാണ് ഇത് സക്സസ് ആവുള്ളൂ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ടാപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് നല്ല വലിച്ച് ചുറ്റി കൊടുക്കുക. ഒരു സൈഡ് എപ്പോഴും ശ്രദ്ധിക്കണം, ചുറ്റുമ്പോൾ നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. കറക്റ്റായിട്ട് ഇത് ഈ സൈഡ് ഇത് കാണില്ല, ഇതേപോലെ ക്ലിയറാക്കിയിട്ട് ചുറ്റണം. നല്ല വലിച്ച് ചുറ്റി കൊടുക്കണം, അപ്പോഴത് അവിടെ ഒട്ടി പിടിക്കുള്ളൂ. ടാപ്പ് കുറച്ച് വീതി കൂടുതലാണ്, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ, ഇത് കിട്ടുന്നത് കറക്റ്റ് കിട്ടണില്ല. ഒരു സൈഡ് നല്ല ക്ലിയർ ആക്കിയിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുക, നല്ല വലിച്ച് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ടില്ല. ഒരു സൈഡ് നോക്കിയാൽ മതി. ഈ സൈഡ് ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് തൊലിയും കൂടി നല്ല ഒരേ ലെവലിൽ നിൽക്കണം. ഇതിപ്പോൾ ഈ കൊമ്പ് കണ്ടാലറിയാം. ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത കൊമ്പ് ഇത് കണ്ടില്ല, നമ്മൾ എടുത്ത കൊമ്പ് നല്ല ക്ലിയർ കൊമ്പ്, അത് മുട്ടകളൊക്കെ വരുന്നുണ്ട്.
നമുക്ക് 100% സക്സസ് ആയി കിട്ടും. ഇങ്ങനത്തെ മുട്ട് വരുന്ന കൊമ്പുകൾ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്താൽ. ഇത് നമ്മൾ ചെയ്യുന്നത് വി ഗ്രാഫ്റ്റാണ്. വി ഗ്രാഫ്റ്റ് എന്ന് പറയും. ഇത് ലാസ്റ്റ് ഇതാ ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ സിപ്പപ്പിൻ്റെ കവർ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ടാപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി, വെള്ളം ഇറങ്ങാതിരിക്കാൻ. പിന്നെ അതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താനും നല്ലതാണിത്. അപ്പോൾ നമ്മളെ ഗ്രാഫ്റ്റിങ് സക്സസ് ആയി കിട്ടും. ഇത്ര പണിയുള്ളൂ. ഇതാർക്കും നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം, ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു തണ്ടുമ്മ വി ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കീറി കൊടുക്കുക, ഒറ്റ കട്ടിങ്. ഇനി സൈഡ് കൊമ്പെടുത്തിട്ട് അതേപോലെ നല്ല വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കാണില്ലേ? ഏകദേശം രണ്ട് സൈഡ് ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. തൊലികൾ തമ്മിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത് ടാപ്പ് ഇറ്റി കൊടുക്കുക. ടാപ്പ് ചുറ്റുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ആദ്യം ചുറ്റി കൊണ്ടുവരിക. അപ്പോൾ കറക്റ്റ് കിട്ടും. ഇതുണ്ടോ? ഈ സൈഡ് രണ്ടും കറക്റ്റ്, ഏതെങ്കിലും ഒരു സൈഡ് തൊലികൾ തമ്മിൽ ഒരേ ലെവലിൽ നിർത്തുക. അതെല്ലാം വലിച്ചിട്ട് ഇതേപോലെ ടാപ്പ് ഇറ്റി കൊടുക്കുക. ഇത്രേ ഉള്ളൂ.